ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, ഇതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു. അത്രയൊക്കെ കാണേണ്ടതുള്ളൂ. അത് അവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണ്. ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയോ? നിങ്ങൾക്കറിയാം? അറിയാം. 50 ലക്ഷത്തോളം അല്ല, 50 ലക്ഷത്തോളം അല്ല. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ. അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. ഓരോ പടി ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600-ലെത്തിയത്. ഇപ്പൊ നൽകുന്നത് 1600 രൂപ. കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നൽകുന്നത് 1600 രൂപയാണ്. ആരും പറഞ്ഞിട്ട് ചെയ്തല്ല. ആ 1600 രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് LDFന്റെ നയമാണ്. അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത്, എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത്, അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ. അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇത്തരം കാര്യങ്ങൾ. ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും.